ഈ പയ്യൻ എത്ര സ്കൂൾ മാറിയാലും ബാക്കി സ്റ്റുഡൻസ് ഇവനെ കളിയാക്കുന്നത് മാത്രം ഒരു കുറവുമില്ല. അതുകൊണ്ട് അവന് നല്ല സങ്കടമുണ്ട്. ഇപ്പൊ അവസാനമായി ഒരു സ്കൂളിൽ വന്നു ചേർന്നു. അവിടെ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ തന്നെ അറിയാതെ കുരക്കുന്നത് പോലെ സൗണ്ട് ഉണ്ടാക്കി. അത് കണ്ട ബാക്കി സ്റ്റുഡൻസ് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അതിൽ ടീച്ചറിന് നല്ല ദേഷ്യം കൂടി. അവനെ അടുത്തേക്ക് വിളിച്ചു. അവനെ കൊണ്ട് ബാക്കി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരോട് എല്ലാവരോടും സോറി ചോദിക്കാൻ പറഞ്ഞു. അവനും ഡിസ്റ്റർബ് ചെയ്തതിന് സോറി എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ചെയറിൽ വന്നിരുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ വീണ്ടും അതേപോലെ ശബ്ദമുണ്ടാക്കി. അത് കണ്ട് ബാക്കി സ്റ്റുഡൻസ് ഇവന് ടീച്ചറിനെ ഇൻസൾട്ട് ചെയ്യാണെന്ന് വിചാരിച്ച് നല്ല ശബ്ദത്തിൽ ചിരിക്കാൻ തുടങ്ങി. അതിൽ ദേഷ്യം വന്ന ടീച്ചർ ഇവനെ ഡയറക്റ്റ് ആയി പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് അയച്ചു. അവിടെ അയാളോട് ഇവൻക്കുള്ള പ്രശ്നം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ആക്ച്വലി ഇവൻക്ക് ടൂററ്റ് സിൻഡ്രോം ഉണ്ട്. അത് ഇവൻ തന്നെ വിചാരിച്ചാലും ആ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കേട്ട പ്രിൻസിപ്പാളും അടുത്ത് വന്ന ഒരു പരിപാടിയിൽ ഇവൻ എല്ലാവരുടെ മുന്നിൽ വെച്ചു സ്റ്റേജിൽ സംസാരിക്കാൻ പറഞ്ഞു. അതിൽ എല്ലാവരോടും ഇവനുള്ള പ്രശ്നം പറഞ്ഞ് ഇവനെ കൊണ്ട് തന്നെ തടയാൻ പറ്റാത്ത ശബ്ദത്തിന് ഇവൻ കാരണമല്ല എന്ന് അറിഞ്ഞതും സ്റ്റുഡൻസ് മുതൽ ടീച്ചർ വരേക്കും ഇവനെ ആക്സെപ്റ്റ് ചെയ്തു. അന്ന് മുതൽ ഇവനെയും ബാക്കി സ്റ്റുഡൻസിനെ പോലെ ഈക്വൽ ആയി ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവന് നന്നായി പഠിച്ച് പ്രിൻസിപ്പാളിനെ പോലെ തന്നെ നല്ലൊരു ടീച്ചറായി മാറണമെന്ന് ആഗ്രഹം തോന്നി. അവസാനം ഇവൻ വിചാരിച്ച പോലെ തന്നെ ഒരു സ്കൂളിൽ ചേർന്ന് ഇവൻ ആ സ്കൂളിലെ തന്നെ ബെസ്റ്റ് ടീച്ചറായി മാറി.